ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ആൻസർ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ടല്ലേ. ഈ ട്രയാങ്കിളിൽ 40 ഡിഗ്രി എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ ട്രയാങ്കിൾ ഈസ് ഡ്രോൺ ഇൻസൈഡ് ദ സർക്കിൾ ഓഫ് റേഡിയസ് 4 സെൻറ്റിമീറ്റർ. വൺ ഓഫ് ദ ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ ഈസ് 40. അപ്പോൾ ഇവിടെ ഈ ട്രയാങ്കിൾ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ 40 തന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് പിക്ചറിലുള്ള സംഭവം. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് പാർട്ട് ഓഫ് ദ സർക്കിൾ ഈസ് ഷെയ്ഡഡ്? അപ്പോൾ എത്ര പാർട്ടാണ് ഷെയ്ഡ് ചെയ്തതെന്ന്. അപ്പോൾ നമ്മുടെ സർക്കിളിൽ ഈ ഒരു ഭാഗം 40 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. അപ്പോൾ സർക്കിൾ മൊത്തത്തിൽ എത്രയാണ്? 360 ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ 40ൽ 360 ആണ് മൊത്തം ഉള്ളത്. അതിൽ 40 പാർട്ടാണ് ഷെയ്ഡ് ചെയ്തത്, 40 ഡിഗ്രിയാണ് ഷെയ്ഡ് ചെയ്തത്. അപ്പം 4/3 36. 4ഉം 36ഉം കോമൺ ഡിവൈസർ 4 ആണ്. അപ്പോൾ 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 1 കിട്ടി. 36നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 9 കിട്ടി. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 1/9 ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? 1/9 ആണ്. ഓക്കെ, 1/9. ഇനി അടുത്ത് നോക്കൂ. അടുത്ത മെഷർ ആൻഡ് റൈറ്റ് ദ 2 ആംഗിൾസ് ഓഫ് ദ ട്രയാങ്കിൾ. അപ്പോൾ ആ ട്രയാങ്കിളിലെ 2 ആംഗിൾസ് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ട്രയാങ്കിളിൽ ഈ ട്രയാങ്കിൾ ഇങ്ങനെയാണല്ലോ തന്നിരിക്കുന്നത്. ഇവിടെ 40 ആണ് അല്ലേ. 40 ആയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ മൊത്തത്തിലുള്ള ഒരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ 180 ആണ്. അപ്പോൾ 180 നിന്ന് 40 ഡിവൈഡ് ചെയ്താൽ എത്രയായിരിക്കും? 140 ആയിരിക്കും. അപ്പോൾ ഇപ്പുറം ഉള്ളത് എത്രയായിരിക്കും? 140 ഈക്വലാണ്. ഇത് രണ്ടും ഈക്വലാണ്. 140 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് 70. അപ്പോൾ നമ്മുടെ ആംഗിൾസ് എത്രയാണ്? 70 എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ മെനി ട്രയാങ്കിൾസ് ക്യാൻ ബി ഡ്രോൺ ലൈക്ക് ദിസ്? ഇങ്ങനെ എത്ര ട്രയാങ്കിൾ നമുക്കറിയാം? 9. അതായത് 9 ആണല്ലോ ഉള്ളത്. 9 പാർട്ടായിട്ടാണല്ലോ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 9 ട്രയാങ്കിൾസ് വരയ്ക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Which of the statement is the correct about the one of the angles of the triangle is right angle? The two sides of the triangle are equal. അത് ശരിയാണ്. 2 sides of the triangle are, the 3 sides of the triangle are equal. അത് തെറ്റാണ്. The 3 angles of the triangle is less than 90. അതും ശരിയാണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് സെക്കൻഡും 4ും ശരിയാണ്. അപ്പോൾ നമുക്ക് ഏതെടുക്കാം? ഫസ്റ്റ് സെക്കൻഡ് ആർ കറക്റ്റ്, തെറ്റാണ്. സെക്കൻഡ് തേർഡ് ആർ കറക്റ്റ്, തെറ്റാണ്. ഇതാണ് ശരിയിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇന്നർ ലെങ്ത്, വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് എ റെക്ടാങ്കിൾ വാട്ടർ ടാങ്ക് ആർ 90 സെൻറ്റിമീറ്റർ, 70 സെൻറ്റിമീറ്റർ, 50 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ദ വോളിയൂം ഓഫ് ടാങ്ക്? വളരെ എളുപ്പമാണ്. 90യും 70യും 50യും നമുക്ക് ഇൻറ്റു ചെയ്താൽ മതി. വോളിയം കാണാൻ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. അത് 3ഉം ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്തു നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നൗ ദ ടാങ്ക് ഹോൾഡ്സ് 189 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ. ഹൗ ഹൈ ഈസ് ദ വാട്ടർ ഇൻ ടാങ്ക്? അപ്പോൾ അടുത്ത് തന്നിരിക്കുന്ന വോളിയം തന്നിട്ടുണ്ട്. അതും ലിറ്റേഴ്സിലാണ് തന്നത്. അപ്പോൾ ലിറ്റേഴ്സിലാവുമ്പോൾ നമ്മൾ കൺവേർട്ട് ചെയ്യണം, ക്യൂബിക്കിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് അതിൽ ഹൈറ്റ് മാത്രമാണ് കണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ വോളിയം ഓഫ് എ റെക്ടാങ്കിൾ ട്രയാങ്കിൾ ഇസ് കാൽക്കുലേറ്റഡ് ബൈ ദ ഫോർമുല വോളിയം ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ 90 സെൻറ്റിമീറ്റർ ഇൻറ്റു 70 സെൻറ്റിമീറ്റർ ഇൻറ്റു 50 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടുമ്പോൾ ഈ ഒരു കാൽക്കുലേഷനാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ വോളിയം ഓഫ് ടാങ്ക് എന്ന് നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് കിട്ടി. വളരെ സിമ്പിളാണ്. നിങ്ങൾ ഇൻറ്റു ചെയ്യുന്നത് ഒരു മിസ്റ്റേക്കും വരുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ആൻസർ കിട്ടും. ഇനി അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 189 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൺവേർട്ട് ദ വോളിയം ഓഫ് വാട്ടർ ഫ്രം ലിറ്റേഴ്സ് ടു ക്യൂബിക് സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ലിറ്റേഴ്സിനെ ക്യൂബിക് സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമുക്കറിയാം 1 ലിറ്റർ ഈസ് 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1 ലിറ്റർ 1000 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണെച്ചാൽ 189 അല്ലേ, അതിനെ നമ്മൾ 1000 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു കാൽക്കുലേഷൻ കിട്ടും. 1,89,000 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്താ കാണേണ്ടത്? ഇതിൻ്റെ ഹൈറ്റാണ് കാണേണ്ടത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ വോളിയമാണ്. ഓക്കെ, 189 ഇതെന്ന് പറയുന്ന വോളിയമാണ്. ഓക്കെ, 90 തന്നിട്ടുണ്ട്, 70 തന്നിട്ടുണ്ട്. ഇനി പുതുതായിട്ട് നമുക്ക് ഹൈറ്റാണ് കാണേണ്ടത് അല്ലേ. 1,89,000 ഈക്വൽ ടു 90 ഇൻറ്റു 70 ഇൻറ്റു ഹൈറ്റ് ഓഫ് വാട്ടർ.
അപ്പോൾ നമ്മൾ ഇത് രണ്ട് ഇൻറ്റു ചെയ്തു. അപ്പോൾ 6300 കിട്ടും ഇൻറ്റു ഹൈറ്റ് ഓഫ് വാട്ടർ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ ചെയ്യുമ്പോൾ ഹൈറ്റ് കാണാൻ വേണ്ടിയിട്ട് ഡിവൈഡഡ് ബൈ 6300. അപ്പോൾ ഇതും നമ്മൾ കട്ട് ചെയ്ത് പോവും, ഇതും കട്ട് ചെയ്ത് പോവും. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 30 ആണ്. അപ്പോൾ 30 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ഹൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം കംപ്ലീറ്റ് ആക്കി. ഇനി അതിനൊരു സി ഓപ്ഷൻ കൂടി ഉണ്ട്. എന്താണ്? വിച്ച് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദ ചേഞ്ച് ഇൻ ദ വോളിയൂം ഓഫ് ദ ടാങ്ക് ഇഫ് ഇറ്റ് ഈസ് ലെങ്ത് വിഡ്ത്ത് ഹൈറ്റ് ആർ ഡബിൾഡ്. നമ്മൾ നേരത്തെ ചെയ്തായിരുന്നു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ദ വോളിയം ഡബിൾഡ്, വോളിയം ഇൻക്രീസസ് ബൈ 16 times, ദ വോളിയം ഇൻക്രീസസ് ബൈ 4 times, ദ വോളിയം ഇൻക്രീസസ് ബൈ 8 times. കറക്റ്റ് ഓപ്ഷൻ എന്താണ്? ദ വോളിയം ഇൻക്രീസസ് ബൈ 8 times ആണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3യും 4 നമുക്ക് ഡിസ്കസ് ചെയ്യാം അടുത്ത വീഡിയോയിൽ.